ഹലോ ഫ്രണ്ട്സ്, അഞ്ജു ആണ് കേട്ടോ. സ്വാമീസ് വണ്ടർലാൻഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ 2024 പ്ലാനറും വിഷൻ ബോർഡും റെഡിയാക്കിയ ദിവസമാണ്. അന്നേരം ഞാൻ വിചാരിച്ചു എന്നാൽ നിങ്ങളുമായിട്ട് അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്നുള്ളത്. ദി സീക്രട്ട് എന്നൊരു പുസ്തകത്തിൽ മാനിഫെസ്റ്റേഷൻ എന്നതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ കൃത്യമായി പറയുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ എന്നാൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മളായി തീരും എന്നുള്ളതാണ്. ഞാൻ മാനിഫെസ്റ്റേഷനും ലോ ഓഫ് അട്രാക്ഷനിലും വളരെയധികം വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് 2024 പ്ലാനറും വിഷൻ ബോർഡും ഞാൻ റെഡിയാക്കിയതെന്ന് കണ്ടാലോ. അപ്പോൾ അതിനായി ആദ്യം വേണ്ടത് ഒരു ക്ലിയർ ആയിട്ടുള്ള വിഷൻ വേണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വിഷൻ എന്ന് പറയുന്നത് ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ എൻ്റെ പ്ലാനറും വിഷൻ ബോർഡെല്ലാം റെഡിയാക്കിയിട്ടുള്ളത്. അതിനുശേഷം നമ്മളോട് തന്നെ ചോദിക്കാം, ഈ ഒരു വിഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ സ്റ്റെപ്സാണ് എനിക്ക് എടുക്കാനുള്ളത്. അതാണ് ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതൊക്കെയാണ് ഇവിടെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് കേട്ടോ. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ 12 months ആണ് 2024 അല്ലേ. അപ്പോൾ ആ മന്ത്ലി ഗോൾസ് എന്നുള്ള രീതിയിൽ നമ്മളതിനെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഓരോ മന്തും നമ്മൾ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം അതുപോലെ നടക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. 100% നടന്നിട്ടില്ലെങ്കിലും ഒരു 80% ഒക്കെ എന്തായാലും നടക്കും കേട്ടോ. അത് എനിക്കിതുവരെ അങ്ങനെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ എനിക്കുള്ള മോട്ടിവേഷനും അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് പ്രീ പ്ലാൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിൽ അതിന് വേണ്ടിയിട്ടൊരു മാറ്റി വെച്ച ഒരു ബുക്കോ അതില്ലെങ്കിൽ നമ്മൾക്ക് കടകളിൽ നിന്നും പ്ലാനർ പർച്ചേസ് ചെയ്യാനായിട്ട് കിട്ടും. അപ്പോൾ അതൊക്കെ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ നമ്മുടെ ജോലി ഒന്നും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ പ്ലാനറൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്കതൊന്നും കൂടെ കൗതുകമാണ് അതിനകത്ത് എഴുതാനും അത് വായിക്കാനൊക്കെ എനിക്കൊന്നും കൂടി ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പ്ലാനർ എഴുതാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ. ഞാനിവിടെ ഫാക്ടറി നോട്ട്സിൻ്റെ ബിലീവ് ഇൻ മിറക്കിൾ എന്ന് പറഞ്ഞൊരു പ്ലാനറാണ് വാങ്ങിയിട്ടുള്ളത്. പല ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാനേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ എനിക്കിതൊന്നും കൂടെ ഇഷ്ടമായി, അപ്പോൾ അതുകൊണ്ട് വാങ്ങിയതാണ് കേട്ടോ. ഇത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അതിനകത്തൊരു 2024 പ്ലാനർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബാക്കിലൊരു പ്ലാനർ നോട്ട്സ് ഉണ്ട്. അതായത് അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് കാര്യങ്ങൾ. പിന്നെ ഒരു താങ്ക്സ് ഗിവിങ് നോട്ട് ഉണ്ട്. ഈ ഒരു പ്ലാനറിനകത്ത് ഡെയിലി പ്ലാനിങ് ഉണ്ട്, ഇയർലി, മന്ത്ലി, വീക്ക്ലി ഓവർവ്യൂ, മന്ത്ലി ബഡ്ജറ്റ് പ്ലാനിങ് ഉണ്ട്, മന്ത്ലി മീൽ പ്ലാനിങ്, ഷോപ്പിംഗ് ലിസ്റ്റ്, റിമൈൻഡേഴ്സ് സെറ്റ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ വെക്കേഷൻ പ്ലാനിങ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. കുറച്ച് പോസിറ്റീവ് കോട്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ പ്ലാനർ ആണെന്നല്ല എഴുതാനായിട്ട്, കുറച്ച് ഗോൾസ് എഴുതാനായിട്ട്, വിഷൻ ബോർഡ് ചെയ്യാനായിട്ട്, അങ്ങനെ ഗോൾസ്, അങ്ങനെയുള്ള കുറേ നമ്മുടെ സ്ട്രെങ്ത്ത്, വീക്ക്നെസ്, ഹോബീസ്, നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് പ്ലാൻസ്, അതുപോലെ തന്നെ ഞാൻ എന്നിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്താണ്, അതുപോലെ തന്നെ ഇതേ രീതിയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നാവിഗേഷൻ പ്ലാൻ, നമ്മളെപ്പറ്റി എന്തൊക്കെ അറിയാം, ബക്കറ്റ് ലിസ്റ്റ്, ആൻറ്റി ബക്കറ്റ് ലിസ്റ്റ്, കുറച്ച് നോട്ട്സ്, അങ്ങനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ നമുക്ക് ജാനുവരി, ഫെബ്രുവരി, അങ്ങനെ ഓരോ ഡിഫറെൻറ്റ് മന്ത്സിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മൂഡ് ട്രാക്കർ ഉണ്ട്. നമുക്ക് ഏതോ ഹാപ്പി ആണോ എന്തോ സാഡാണോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മൂഡ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹാബിറ്റ് ട്രാക്കർ ഉണ്ട്. നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ നമ്മുടെ വായിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മുടെ എക്സസൈസ് ചെയ്യുന്നുണ്ടോ, നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് സെൽഫ് ലവ് എന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ എന്നെ തന്നെ റിമൈൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ പേജസ് ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യം എന്നുള്ളത്. ഇങ്ങനെ പ്ലാനേഴ്സൊക്കെ ചെയ്യുമ്പോൾ സ്റ്റിക്കേഴ്സ് ഉണ്ടെങ്കിൽ ഒന്നുകൂടി രസമായിരിക്കില്ല. അപ്പോൾ ഇതിന് സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ബാക്ക് കവറിൽ ഒരു പോക്കറ്റിൽ കുറച്ച് സ്റ്റിക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല നല്ല സ്റ്റിക്കേഴ്സാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു ഷീറ്റ് കൂടെ കണ്ടു. നമുക്ക് അതിൻ്റെ ഒരു ഗൈഡ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ അത് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ഇതിൽ വായിച്ചു കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ പ്ലാനേഴ്സൊക്കെ എഴുതുക എന്നുള്ളത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇതുപോലെയുള്ള പ്ലാൻ ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എനിക്ക് വേണ്ടത് ഒരു കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. അതുപോലെ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിവിടെ ഒരു ക്യാൻഡിൽ കത്തിച്ച് വെച്ചേക്കുന്നത്. നല്ല കാമായിട്ടുള്ള നല്ല അരോമയുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാനിവിടെ എഴുതുന്നത്. എനിക്ക് കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എൻ്റെ വാവ സ്വാമിനാഥനുണ്ട് കേട്ടോ.
അപ്പോൾ ഈ പ്ലാനറിനകത്ത് തന്നെ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ഇമേജസ് ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പേജസ് ഉണ്ട്, 2 പേജസ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുള്ള എനിക്ക് ആവശ്യമുള്ള എൻ്റെ അടുത്ത ഗോളിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എൻ്റെ 2024 ആവശ്യമായിട്ടുള്ള കുറേ ഇമേജസ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയാണ്. അത് ഇതുപോലെ ഡൗൺലോഡ് ചെയ്ത് പ്രിൻറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനകത്ത് ആവശ്യാനുസരണം നമുക്ക് പേസ്റ്റ് ചെയ്യാമെന്നുള്ളത് തന്നെയാണ്. ഇത് തന്നെയാണ് ഞാൻ വിഷൻ ബോർഡിന് യൂസ് ചെയ്തിട്ടുള്ള ഇമേജസ്. ഇനി അതെല്ലാം വിഷൻ ബോർഡ് എന്നുള്ള ഈ 2 പേജസിലേക്ക് പേസ്റ്റ് ചെയ്ത് വെക്കണം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കട്ട് ചെയ്യുക ഒട്ടിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ അത് ചെയ്തിട്ടുണ്ട്. ഒപ്പം സ്വാമിനാഥനുണ്ട് കേട്ടോ ഹെൽപ്പ് ചെയ്യാനായിട്ട്, കട്ട് ചെയ്യാനും എല്ലാം. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തൊരു കാര്യമാണത്. എനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ളൊരു പേജാണ് കേട്ടോ അത്. എന്താണ് 2024 എന്നുള്ളതാണിത്. ഇത്രയൊക്കെയാണ് കേട്ടോ ഏർലി പ്ലാൻ എന്നുള്ളത്. ഇനി വരുന്നത് ജാനുവരിയിലോട്ടുള്ളതാണ്. അത് ഓരോ മന്ത്ലി പ്ലാൻ ആണ്. അത് നമുക്ക് പിന്നെ നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്ലാനർ. വിഷൻ ബോർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ വിഷൻസ് എല്ലാം ഒരു ഫോട്ടോ ഫോർമാറ്റിൽ റെഡിയാക്കി എപ്പോഴും നമ്മുടെ കൺമുന്നിൽ കാണത്തക്ക വിധത്തിൽ സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് വിഷൻ ബോർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു തെർമോക്കോളാണ്. ആ തെർമോക്കോൾ പീസിന് മുകളിലായിട്ട് ഒരു ബ്ലാക്ക് കളർ ചാർട്ട് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തെർമോക്കോൾ മതിയാവും, പക്ഷേ ആ ബ്ലാക്ക് കളർ ആകുമ്പോൾ ഒന്നും കൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. അതിനുവേണ്ടി അങ്ങനെ ചെയ്തേക്കുന്ന തെർമോക്കോളിൻ്റെ കളർ ആയാലും ഒരു പ്രശ്നമില്ല കേട്ടോ. അതിനുശേഷം ഞാൻ ഇതുപോലുള്ള പിൻസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു തെർമോക്കോളിലേക്ക് ഇത് നമ്മുടെ ഇമേജസ് അറ്റാച്ച് ചെയ്യാൻ ഒട്ടിക്കുന്നതിനേക്കാളും എളുപ്പം ഇതാണ്. നമുക്കത് റീപ്ലേസ് ചെയ്യാനും എളുപ്പമായതുകൊണ്ട് ഞാൻ ഈ പിൻസാണ് യൂസ് ചെയ്തിട്ട്. അതിനുശേഷം നമ്മൾ പ്ലാനറിൽ ഉപയോഗിച്ചേക്കുന്ന അതേ ഇമേജസ് തന്നെ കുറച്ചുകൂടെ ലാർജ് സൈസിൽ പ്രിൻറ്റ് ചെയ്ത് എടുത്തിട്ട് ഞാൻ അതിനകത്ത് ഇത് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുക, മീൻസ് അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ വിഷൻ ബോർഡ് കേട്ടോ. ഇത് കാണുമ്പോൾ എനിക്കെൻ്റെ ഗോൾസ് എല്ലാം തന്നെ അച്ചീവ് ചെയ്യാനായിട്ട് ഒരു മോട്ടിവേഷനാണ്. ഇത് ഞാൻ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ഉടനെ കാണുന്നത് ഈ ഒരു വിഷൻ ബോർഡ് കാണണം എന്നുള്ള രീതിയിലാണ്. എൻ്റെ റൂമിലാണ് ഞാനിത് ചെയ്തേക്കുന്നത്.